മക്കളെ, നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബാക്കി വിശേഷം കാണാം. അച്ഛൻ്റെ കൊച്ചമ്മാവൻ്റെ വീട്ടിലാണ് പോവാൻ. ഞാനാണെങ്കിൽ കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത്, കാരണം വൈകണ്ട, നമ്മളായിട്ട് വൈകിട്ട് എന്തിനാ. അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 അപ്പച്ചിമാരും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരെല്ലാം അനിതാൻ്റെ പുറയിലുണ്ട്. അനിതാൻ്റെ ഇല്ലാത്തൊരു കാര്യമുണ്ടോ? അങ്ങനെ ഞാനിവിടെ നിന്നപ്പോൾ എന്തൊരു വലിയ മാങ്ങ, എൻ്റെ പൊന്നു മക്കളെ, ഇതൊരു അടാറ് മാങ്ങ തന്നെയാണ്. അങ്ങനെ ബാക്കിയുള്ള കസിൻസും തോണ്ട് എൻ്റെ അടുത്ത അപ്പച്ചി നടന്നു വരുന്നത് കണ്ട. ഇതാണ് ആ പിങ്ക്, അതാണ് എൻ്റെ അപ്പച്ചി. കണ്ടാൽ പറയത്തില്ലെങ്കിൽ അപ്പച്ചിയാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാ, എൻ്റെ അപ്പച്ചിമാർക്കൊക്കെ ദൈവം കുറച്ചുകൂടെ സൗന്ദര്യം. ഞങ്ങൾ കുടുംബക്കാരുടെ മൊത്തത്തിൽ സൗന്ദര്യമുള്ള ആൾക്കാരാണ് കേട്ടോ. വാരിക്കോരി വിതറി കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. കാരണം നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുന്നത് വളരെ കുറവായിട്ടുള്ള കാര്യമല്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇത് നമ്മുടെ ബിന്ദു ആൻറ്റി ആയൊക്കെ കാണിച്ചു. ബിന്ദു ആൻറ്റി അടിപൊളി തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന അമ്മ നമ്മളിങ്ങനെ ഒത്തുകൂടുന്നതൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അമ്മ ഇല്ലാത്തതിൻ്റെ ഒരു വലിയ നഷ്ടം എനിക്കിതിൽ ഫീൽ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചെറുക്കന് ബസ്സുള്ളതുകൊണ്ട് നമ്മൾ ബസ്സിലാണ് പോകുന്നത്. വെറുതെ എന്തിനാ നമ്മൾ ടൂറിസ്റ്റൊക്കെ മേടിച്ച് വിളിച്ച് കാശ് കളയുന്നത്. നമ്മൾ പ്രൈവറ്റ് ബസ്സിലൊക്കെ പോകും പെണ്ണിനെ കാണാം. പിന്നെ അല്ല, അങ്ങനെ എല്ലാവരും കയറി ഇങ്ങനെ ഇരുന്ന്. പിന്നാണെങ്കിൽ എല്ലാവരും വിശേഷങ്ങളെല്ലാം ഈ ആദ്യം ഇരിക്കുന്ന അപ്പച്ചി കണ്ടില്ലേ, അപ്പച്ചിയുടെ പേര് മിനി. അപ്പം ഞാൻ മിനിയപ്പച്ചിയുടെ കൂട്ടായിരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനും അമ്മയും കൂടെ ഒരു വട്ടം മിനിയപ്പച്ചിയുടെ കടയുടെ താഴെ ഇങ്ങനെ നിൽക്കുവാണേ. ആ സമയത്ത് ആ കടയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ എന്നോട് ഒരു മോളെ തൊണ്ട് അമ്മ മേളിൽ നിൽപ്പുണ്ട് ചെല്ല. ഞാനങ്ങ് ചിരിച്ച്, കാരണം എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. പക്ഷേ ഞാനും അമ്മയും കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ പോലാണ് ഇരിക്കുന്നതെങ്കിലും മിനിയപ്പച്ചിയുടെ കൂട്ടാണ് ഇരിക്കുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. അറിയാത്തവരാരെങ്കിലും വന്ന് മിനിയുടെ മോളല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഞാനപ്പോൾ പറയാണ്. ഇപ്പം ഞാൻ അവിടെ ഇരുന്നപ്പോഴും എന്നോട് വെച്ച മോളെ അമ്മ എന്താ, ഞാൻ പറഞ്ഞതുകൊണ്ട് ഫ്രണ്ട് ഇരിക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഞാൻ സീറ്റ് പിടിച്ചിട്ടേക്കുവാന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ അടുത്ത അപ്പച്ചി, മിനിയപ്പച്ചിയുടെ ഇളയതാണേ, സുനി. അങ്ങനെ നമ്മൾ ഫാമിലി ഓരോരുത്തരായിട്ട്, ഇതിപ്പോൾ അച്ഛൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരാണ് ഇതെല്ലാം, അമ്മയുടെ ഫാമിലിയല്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി പെണ്ണിൻ്റെ വീട്ടിലല്ലായിരുന്നു, അവിടെ അമ്പലത്തിൽ വെച്ച്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് ഇറങ്ങുവാണ്. കാരണം പലരും ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ 2 വീലറും 4 വീലറും ഒക്കെ ഉള്ളവരെല്ലാം ആ ബസ് യാത്ര വളരെ കുറവാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്നിച്ചൊരു ബസ് യാത്ര അതൊരു നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ തന്നെ മണ്ഡപമൊക്കെ അവർ റെഡിയാക്കിയാണ്ട് എൻ്റെ എല്ലാ ഫ്രെയിമിലും അപ്പച്ചി വരും. അപ്പച്ചി ഇല്ലാത്തൊരു ഫ്രെയിം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അങ്ങനെ അവിടുന്ന് നേരെ ബാക്കിയുള്ളവരെല്ലാം കയറി നടന്നു വന്നുകൊണ്ടിരിക്കുക. ഇതൊക്കെ ഞങ്ങളുടെ തത്തമുന്നിലെ സുന്ദരികളാണ് മൊത്തം. ഇതെല്ലാം എൻ്റെ കസിൻസാണ്. അവരെല്ലാം വന്ന് നമ്മളെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്, ട്രോളി കൊല്ലും. പിന്നെ നമ്മുടെ ഇപ്പോൾ ഒരു ഭാഗമാണ്, ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ യൂട്യൂബും വീഡിയോസും എവിടെ പോയാലും വീഡിയോസ് ഇല്ലാതെ ഞാൻ എടുക്കാതെ അങ്ങനെ ഒന്നുമില്ല, എപ്പോഴും എടുത്തുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾ കഷ്ടപ്പെട്ടാലല്ലേ നമുക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ. നമ്മൾ തുടക്കക്കാരാകുമ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ഞാൻ ഇതിനകത്തൂടെ പഠിച്ചൊരു കാര്യം, നമ്മൾ നഷ്ടമാണ്, നമുക്ക് പറ്റത്തില്ല, നമ്മൾ എങ്ങും എത്തുന്നില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നാലും അതങ്ങനെ വിടുക. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നല്ല, നമ്മളെ കൊണ്ട് പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊരിടത്തെത്തും. എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു പാഠമാണ്. ഞാൻ പലയിടത്തും പല രീതിയിലും ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയെങ്കിലും ഒരിടത്ത് ഞാൻ എത്തും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ അതേന്ന് പറഞ്ഞ് ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. തോറ്റു പോവുകയാണെങ്കിൽ തോക്കട്ടെന്ന് തന്നെ വിചാരിക്കും. എന്നാലും നമ്മൾ പരിശ്രമിച്ചല്ലോ, അത് തന്നെ എൻ്റെ ഒരു വിജയം. പരിശ്രമിക്കാതല്ലല്ലോ ഞാൻ തോറ്റുപോയത്, പരിശ്രമിച്ചിട്ട് തന്നെയാണ് ഞാൻ തോറ്റത്. പിന്നെ കുത്തുവാക്കുകൾ പറയുന്നതും മോശക്കാരിയാക്കുന്നവർ അവരൊക്കെ അവിടെ കിടന്ന് ആക്കട്ടെന്നേ, നമ്മുടെ ലൈഫല്ലേ. നമ്മളെന്തായാലും പരിശ്രമിച്ചു പോകും, എന്തായാലും എവിടെയെങ്കിലും എത്തുമെന്ന് നമുക്ക് നോക്കാം. വെറുതെ ജീവിച്ച് മരിച്ചാലോ, എന്തെങ്കിലുമൊക്കെ നേടണ്ടായോ. പറഞ്ഞ് നമ്മളൊരു കാട് കയറിയല്ലേ. പിന്നെ ഇവിടെ എല്ലാവരും ഇരുന്നു. പക്ഷെ അവിടെയൊക്കെ ഫാൻ വെച്ചുകൊണ്ട് നല്ല കാറ്റായിരുന്നു കേട്ടോ. നമുക്ക് ചൂട് അനുഭവപ്പെട്ടതേ ഇല്ല. പിന്നെ പെണ്ണും ചെറുക്കനും നീണ്ട കാത്തിരിപ്പിന് ശേഷമുള്ള എൻഗേജ്മെൻറ്റ് അവർ പൊളിക്കട്ടെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അടുത്തടി നമ്മുടെ ഫുഡാണ്. ഫുഡില്ലാതെ എന്ത് അല്ലേ, നേരെ ഫുഡ് കഴിക്കാൻ. അമ്പലത്തിലായതുകൊണ്ട് എന്തായാലും നമുക്ക് ഉറപ്പാണ് സദ്യ ആയിരിക്കും. പിന്നെ ഒറ്റ പ്രാർത്ഥന, അടിപൊളി സദ്യ ആയിരിക്കണേന്ന്. ഈ ഇടകൊണ്ട് എനിക്ക് ഭയങ്കര പാല് കാച്ചും കല്യാണങ്ങളും എൻഗേജ്മെൻറ്റും ഒക്കെയാണ്. ഇനിയിപ്പോൾ ഉടനെ എനിക്ക് കുറേ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്ന് ഞാനും അനിത ആൻറ്റിയും കൂടെ ഇരുന്ന് അടുപ്പിച്ചൊരു സീറ്റ് കിട്ടി. കാരണം നല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് നമുക്കിങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ടിരുന്ന് കഴിക്കാമല്ലോ.
അങ്ങനെ അവിടെ ഞങ്ങളിരുന്ന് അപ്പച്ചിമാരെല്ലാം ഓപ്പോസിറ്റൊക്കെ ഇരുന്ന്, പിന്നെ എല്ലാവരും അടുത്തടുത്ത് നമ്മളെ ഫാമിലിയിലുള്ളവർ മാത്രമേ ഉള്ളൂ, പുറത്തുനിന്ന് ഒത്തിരി പേരൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു. പിന്നെ നീണ്ട കാത്തിരിപ്പായിരുന്നേ ഫുഡിന് വേണ്ടിയുള്ള. അങ്ങനെ ഓടിച്ചാടി വരാൻ ആകെ 2 പന്തിയുള്ള ആൾക്കാരേ ഉള്ളായിരുന്നു. നമ്മൾ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. നേരെ നമ്മൾ ഇലയൊക്കെ അവരെപ്പോഴേ സെറ്റ് ചെയ്തു. ഇതിനകത്ത് തീയൽ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. പിന്നാണേ നമ്മുടെ ഇഞ്ചിക്കറി. നമ്മുടെ ഈ സൈഡിലെ കായംകുളം സൈഡാണ് എൻ്റെ വീട്. അപ്പം ഇവിടുത്തെ ഇഞ്ചിക്കറി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്, ഇഞ്ചിപ്പുളിയൊന്നുമല്ല, ഇഞ്ചിക്കറിയായിട്ടാണ് വെക്കുന്നത്. അതുപോലെ സാമ്പാർ തേങ്ങ അരയ്ക്കാത്ത സാമ്പാർ, പലയിടത്തും പല രീതിയിലാണല്ലോ വെക്കുന്നത്. നമ്മുടെ സൈഡിങ് പരിപ്പിനകത്ത് നെയ്യ് ഒഴിച്ച് പപ്പടവും കൂട്ടി കഴിക്കുന്ന ഒരു സ്വാദ്, അങ്ങനെ കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടൊന്ന് കഴിച്ച് വെക്കണം കേട്ടോ, അത് അടിപൊളിയാണ്. പിന്നെ സാമ്പാർ ഒഴിച്ച് നമ്മൾ പിടിക്കണമല്ലോ, പിന്നെ എന്താ നമ്മൾ സദ്യ ഉണ്ണാൻ വരുന്നത്? സാമ്പാർ ഒഴിച്ചും മോരൊഴിച്ചാണ് നമ്മൾ സദ്യ ഉണ്ണൽ നിർത്തേണ്ടത്. അങ്ങനെയാണ്. ഞാൻ കണ്ടോ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം ഇനിയും ചോറ് എൻ്റെ വയറ്റിൽ കൊള്ളാനുള്ള സ്ഥലം എനിക്കില്ല, അതുകൊണ്ട് മോരിന് വേണ്ടി. പിന്നെ ഇത് പ്രഥവനും എൻ്റെ പൊന്നെ, എനിക്ക് മറ്റേ ഒരു അരിപ്പായസവും കൂടെ കൂട്ടത്തിൽ ഒഴിക്കും അവർ. പക്ഷേ എനിക്ക് പേഴ്സണലി പ്രഥവനാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ആ പപ്പടവും പഴവും പ്രഥവൻ കഴിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചു. എനിക്കിങ്ങനെ ഈ പപ്പടവും പഴവും കൂടെ കുഴച്ച് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കൈ കഴുകാൻ ഒരു കുത്തനെ ഇറക്കമായിരുന്നു. അവർക്ക് മേലിൽ വല്ലതും വെച്ചുകൂടെ. പിന്നെ നമ്മൾ നേരെ അടുത്ത ബസ്സിൽ കയറിയിരുന്നു, കാരണം നമുക്ക് വീട്ടിൽ പോകണമല്ലോ. അങ്ങനെ എല്ലാവരും ഓരോരോ സീറ്റൊക്കെ പിടിച്ച്, ഇനി എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഇരിക്കണോ വേണ്ടേന്നായിരുന്നു ആദ്യം ഞാൻ ഇരുന്നത്. പിന്നെ ഞാൻ അലിയാൻ്റെ പിടിച്ച് ഇരുത്തിയ. അപ്പം നമ്മൾ താണ്ട് നേരെ വീടെത്തി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.